ഹലോ, നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കരുണയുടെ നില വളരെ ക്രിട്ടിക്കലാണ് കേട്ടോ. വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ കരുണ ശ്വസിക്കുന്നതും ഒക്കെ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും ഉണ്ണിക്കോ അല്ലെങ്കിൽ പ്രകാശനൊന്നും പ്രതാപനൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം ഇതെന്താ സംഭവിച്ചതെന്ന് പോലും തൻ്റെ മോളുടെ വയറ്റിലുള്ള കുഞ്ഞു പോലും അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞ് നമ്മുടെ പ്രതാപൻ വീട്ടിലെത്തി മുത്തശ്ശിയോട് പറയണ രംഗങ്ങളാണ്. മുത്തശ്ശിക്ക് അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും കൊടും ക്രൂരത ചെയ്ത ആളാണ് ഈ കരുണയും മുത്തശ്ശിയൊക്കെ. പക്ഷേ സ്വന്തം ചെറുമോക്ക് ആ ഒരവസ്ഥ വന്നപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈ അവസ്ഥ നമ്മുടെ മഹാലക്ഷ്മിക്കാണ് വന്നിരുന്നെങ്കിലോ ഇപ്പം ഇവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയനെ. അപ്പം അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നത്. അങ്ങനെ പ്രതാപൻ്റെ വായിൽ നിന്നും പോയി അമ്മേ നമുക്ക് നഷ്ടമായി എന്ന് പറഞ്ഞത് കേട്ടതും മുത്തശ്ശി ആഞ്ഞു നിലവിളിക്കുകയാണ് കേട്ടോ. നമ്മുടെ മോഹിനി ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. കാരണം മോഹിനി ചോദിച്ച പ്രതാപൻ ഒന്നും പറയില്ല. അതുകൊണ്ട് മോഹിനി പ്രതാപൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി തന്നെ ചേർന്ന് നിൽക്കുകയാണ്. പക്ഷേ പ്രതാപൻ പറയാൻ വന്ന കാര്യങ്ങൾ അമ്മ ആ വിഷം അവളുടെ ഉള്ളിൽ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡോക്ടർ വിഷം ഉള്ളിൽ പോയി എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറയണം. പിന്നെ ആ മറുമരുന്നിൻ്റെ കാര്യം ഒക്കെ പറയാനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ മോഹിനി നിൽക്കുമ്പോൾ നമ്മുടെ പ്രതാപന് അത് പറയാനും പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ കരുണയുടെ ജീവനെങ്കിലും തിരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു അമ്മയെന്നും പറഞ്ഞ് പ്രതാപം കരയാണ്. ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിയും മോഹിനിയും ഒരു വലിയ ഒച്ചയിൽ അങ്ങോട്ട് കാറി നിലവിളിക്കുകയാണ് കേട്ടോ. കാരണം പ്രതീക്ഷിക്കാണ്ട് ഒരു കുഞ്ഞ് വയറ്റിലുമായിട്ട് വിശേഷമായിട്ടിരുന്ന ഒരു മോക്ക് ഒരു പിറന്നാളൊക്കെ കഴിഞ്ഞതോടുകൂടി ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ വന്നു. കുഞ്ഞ് നഷ്ടപ്പെട്ടു, അലസിപ്പോയി എന്നൊക്കെ കേട്ടപ്പോൾ അവർക്ക് താങ്ങുന്നില്ല. അങ്ങനെ എല്ലാവർക്കും വളരെ സങ്കടമേറിയ ഒരു അവസ്ഥയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ കിടന്ന് കരച്ചിലാണ്. എനിക്കിപ്പോൾ എൻ്റെ മോളെ കാണണമെന്നും പറഞ്ഞ് ആശുപത്രി എന്നെ കൊണ്ടുപോടാ പ്രതാപ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി കിടന്ന് നിലവിളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ആശുപത്രിയിലോട്ട് പോവാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ മോഹിനിയെ കൊണ്ടുപോകത്തില്ലല്ലോ. അങ്ങനെ മോഹിനി നമ്മുടെ മഹാലക്ഷ്മീനെ വിളിക്കുകയാണ്. എന്നിട്ട് വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയണം, മോളെ നമ്മുടെ കുഞ്ഞു പോയടി മോളേന്ന്. അപ്പോൾ മഹാലക്ഷ്മി അന്തം വിടണം, അമ്മ എന്തൊക്കെയാണ് ഈ പറയണേ. അതേ മോളെ എന്തോ അവളുടെ ഉള്ളിൽ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. പക്ഷെ കുഞ്ഞ് നഷ്ടപ്പെട്ട് നമ്മുടെ കരുണമോൾ ഇപ്പോൾ വെൻറ്റിലേറ്ററിലും കൂടെയാണ് മോളെന്ന് പറയുന്നത്. എനിക്ക് ഇവിടെ ആരെടുത്ത് ഒന്നും ചോദിച്ചാൽ പറയണതുമില്ല. ആശുപത്രിയിൽ പോകാൻ എന്നെ കൊണ്ടും പോകത്തില്ല. മോളൊന്ന് എങ്ങനെയെങ്കിലും മോള് പോവുകയാണെങ്കിൽ അമ്മേനെ കൂടെ കൂട്ടണേ മോളെ. എനിക്കിവിടെ ഇരുന്നിട്ട് ഒന്നും ഒരു സമാധാനം കിട്ടുന്നില്ല. ഇത് കേട്ടിട്ട് മഹാലക്ഷ്മി അങ്ങ് വിങ്ങി പൊട്ടാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളെ കുടുംബത്ത് പോലും ഒരു കുഞ്ഞ് കാണാൻ അത്രയേറെ ആഗ്രഹിച്ച് ഇങ്ങേറ്റം കണ്ണേറ്റം പോലും ഉണ്ണിയോടും കരുണയോടും ദേഷ്യം ഉണ്ടെങ്കിലും ആ കുഞ്ഞു കുരുന്നിനെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. അത്ര ആഗ്രഹത്തോടെയാണ് ഇരിക്കുന്നത്. പക്ഷേ മഹാലക്ഷ്മി വിങ്ങി പൊട്ടി കരയാണ് കേട്ടോ അമ്മയുടെ വായിൽ നിന്നും ഇങ്ങനെ ഒരു വാർത്ത കേട്ടിട്ട്. അതേസമയം ഇപ്പോൾ നമ്മുടെ കരുണയാണ് ഈ വാർത്ത കേട്ട് മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞെങ്കിലോ അവൾ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടും. അതാണ് വ്യത്യാസം. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ ഞാൻ കണ്ണേട്ടനോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ, എന്നിട്ട് അമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ഫോൺ വയ്ക്കുകയാണ് കേട്ടോ. എൻ്റെ പാവം നമ്മുടെ മഹാലക്ഷ്മി കരഞ്ഞുകൊണ്ട് ഓടി ചെല്ലാണ്. ചെന്നിട്ട് നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ട ഇങ്ങനെയൊക്കെ സംഭവിച്ചു, കുഞ്ഞ് നഷ്ടപ്പെട്ടു, നമ്മുടെ കരുണ വെൻറ്റിലേറ്ററിലാണ്, എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല എന്ന്. അപ്പോൾ കണ്ണൻ നിശ്ചലമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ചോദിച്ചു, ഇത്രയും സങ്കടമുള്ള കാര്യം കേട്ടിട്ട് കണ്ണേട്ടന് ഒന്നും തോന്നുന്നില്ല. അപ്പോൾ പറഞ്ഞു, എടോ ഞാൻ ഇതിൽ എന്താണ് പറയേണ്ടത്, കാര്യം കരുണയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, അവൾ നിനക്ക് ഓർമ്മയുണ്ട്, അവൾ പ്രഗ്നൻ്റ് ആയി എന്നറിഞ്ഞ സമയത്ത് എല്ലാവർക്കും കൊണ്ടുവന്ന് ലഡു കൊടുത്തിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ഓരോ കുത്തുവാക്കുകൾ അവൾ പറഞ്ഞത്. അവൾക്ക് അത്രയേറെ അഹങ്കാരം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഒരു കുഞ്ഞു ജീവൻ പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ അവളുടെ അഹങ്കാരത്തിനൊക്കെ ഉള്ള തിരിച്ചടി ചിലപ്പോൾ ദൈവം കൊടുത്തതാണ്. കാരണം അത്രയേറെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ തനിക്ക് ഓർമ്മയില്ല, തന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി ആരൊക്കെ തന്ന് ഗുണ്ടകളെ കൊണ്ട് പിടിപ്പിച്ചും എന്തെല്ലാം ക്രൂരകൃത്യങ്ങളാണ് ഈ കരുണയും മുത്തശ്ശിയും പ്രതാപനൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതൊന്നും ഞാൻ മറന്നിട്ടില്ലടോ എന്ന് കണ്ണൻ പറയുന്നുണ്ട്. എന്നാലും കണ്ണേട്ട നമ്മൾ ഈ സമയത്ത് ഇതൊന്നും അല്ലല്ലോ ആലോചിക്കേണ്ടത്. ഇപ്പോൾ കുഞ്ഞ് നഷ്ടപ്പെട്ടു, ഇതൊന്നും പോരാഞ്ഞിട്ട് കരുണയുടെ ജീവൻ പോലും ഇപ്പോൾ അപകടത്തിലാണ്, വെൻറ്റിലേറ്ററിലാണ് കരുണ ശ്വസിക്കുന്നതെന്നും കൂടെ കേട്ടപ്പോൾ നമ്മുടെ കണ്ണന് ശരിക്കും വിഷമമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും
അവർ കണ്ണൻ അതത്ര വലിയതായിട്ട് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ മഹാലക്ഷ്മി കണ്ണൻ്റെ മുമ്പിലിരുന്ന് ഒരുപാട് വിങ്ങി പൊട്ടി കരയാണ്. കാരണം എത്രയാണെങ്കിലും തൻ്റെ അനിയത്തിയല്ലേ. അത് മാത്രമല്ല അവരെല്ലാവരും കാത്തിരുന്നതാണ് ഒരു കുഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് വരുന്ന ഒരു കുഞ്ഞ്, അതിനെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും മനസ്സുകൊണ്ടും തയ്യാറായിരുന്നതാണ്. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, ഏതൊരു സ്ത്രീയും ഒരു അമ്മയാകുമ്പോൾ അവരിൽ ചില മാറ്റങ്ങളൊക്കെ വരും, അവരേതായിട്ടുള്ള ഒരു അമ്മയാകാൻ പോകുന്നതിൻ്റെ ആ ഒരു ഇത്. പക്ഷേ ഇത് കരുണയുടെ സ്വഭാവ രീതി അങ്ങനെയല്ല. അവൾ ഒന്നും കൂടെ ക്രൂര മൈൻഡാണ് ആവണമെന്നൊക്കെ ഉള്ള രീതിയിൽ കരുണയെക്കുറിച്ച് കണ്ണൻ പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയൊക്കെ നേരെ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വല്ലാത്ത ധൃതിയിലാണ്. അങ്ങനെ കരുണമോളെ ചികിത്സിക്കുന്ന ഡോക്ടറെ കാണുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്തോ ഒരു കൊടും വിഷം എന്തായാലും ഈ കുട്ടിയുടെ ശരീരത്തിനുള്ളിൽ ആഹാരത്തിലൂടെ പോയിട്ടുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഈ കുട്ടി സ്വമേധയാ ആത്മഹത്യ വല്ലതും ചെയ്തതാണോ, വേറെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് കാരണം, അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ തിരക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഒന്നും പറയാനോ ചെയ്യാനോ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്തായാലും വെൻറ്റിലേറ്ററിലാണെന്ന് കേൾക്കുന്നു. ഇത് കേട്ട് മുത്തശ്ശിയൊക്കെ കിടന്ന് വിറയ്ക്കുകയാണ്. കാരണം തൻ്റെ കുഞ്ഞ് രക്ഷപ്പെടില്ലേ എന്നൊക്കെയുള്ള ആ ഒരു പേടിയും ഭയവും പ്രതാപൻ്റെയും നമ്മുടെ മുത്തശ്ശിയുടെയൊക്കെ മനസ്സിൽ വരികയാണ്. എന്നിട്ട് പ്രതാപനും മുത്തശ്ശിയും കുറച്ചൊന്നോട്ട് മാറി നിന്നിട്ട് നമ്മുടെ മുത്തശ്ശി വിറച്ചുകൊണ്ട് പറയണ, എടാ പ്രതാപ, നമുക്ക് ഇത് ആ വൈദ്യം പറഞ്ഞ കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ടടാ. കാര്യം ഈ കൊടും വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മറുമരുന്ന് എത്രയും വേഗം കൊടുക്കണമെന്നുള്ളതാണ്. അങ്ങനെ മുത്തശ്ശിയും പ്രതാപനും കൂടെ ആലോചിച്ച് ഇനി എന്താണ് ചെയ്യേണ്ടത്, അഥവാ ഇത് കിട്ടിയാൽ തന്നെ എങ്ങനെ നമ്മൾ കരുണയുടെ അകത്തോട്ട് ഉള്ളിൽ കയറി കൊടുക്കും. കാരണം വെൻറ്റിലേറ്ററിനകത്ത് കഴിയണ ഒരാളെ അകത്ത് കയറാൻ പോലും ഡോക്ടേഴ്സ് നഴ്സുമാരോ സമ്മതിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നുകൂടി അറിയാണ്ട് അങ്ങനെ പ്രതാപനും നമ്മുടെ മുത്തശ്ശിയൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ എത്രയും വേഗം നമുക്ക് പോയി ആ മറുമരുന്ന് ആ വൈദ്യനെ കണ്ട് പറഞ്ഞ് അത് മേടിച്ചുകൊണ്ട് വരാം, അത് കൊടുത്താൽ മാത്രമേ മോളുടെ ജീവൻ തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ളത് പറയണം. എന്നിട്ട് മുത്തശ്ശിയും പ്രതാപനും കൂടെ ആലോചിക്കുകയാണ്, ഉണ്ണിയുണ്ട്. അപ്പോൾ എന്നിട്ട് അവർ ആലോചിക്കുകയാണ്, ഇതെങ്ങനെ ഇത് സംഭവിച്ചു പ്രതാപ. നമ്മൾ വളരെ കൃത്യമായിട്ട് എല്ലാം അവരെ ഉള്ളിൽ അവർ കഴിക്കുന്നത് വരെ ഞാനും മോളും കണ്ടതാണല്ലോ, പിന്നെ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ, നമുക്ക് എങ്ങനെയും പെട്ടെന്ന് മോളുടെ ജീവൻ രക്ഷിക്കാൻ നോക്കാമെന്ന് നമ്മുടെ പ്രതാപം പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉണ്ണി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കരുണ നോർമലായി വരുന്ന സമയത്താണെങ്കിലും ഇവിടെ വെച്ച് തന്നെ കുഞ്ഞ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നതാണ് നല്ലത്. കാരണം വീട്ടിൽ പോയിട്ടൊക്കെ അറിയണമെങ്കിൽ പിന്നെ അത് വേറെ പ്രോബ്ലം ഉണ്ടാക്കും. അതുകൊണ്ട് അവളോട് എങ്ങനെയെങ്കിലും അത് ഒന്ന് തുറന്നു പറയണം. പക്ഷെ അതിനുള്ള ധൈര്യം ഇവിടെ ആർക്കും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഒരു അമ്മയായി ഇരുന്ന കുട്ടിയല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കരുണയുടെയും മുത്തശ്ശിയുടെയും ഈ ഒരു നീചകൃത്യം വളരെ ഇതായിട്ടുള്ള ഒരിതാണ്. പക്ഷെ മഹാലക്ഷ്മിയെ തൊട്ട് കളിക്കുന്നവർക്ക് ഇത് ഒരു അവസാന പാഠമായിട്ടെങ്കിലും അവസാനിക്കട്ടെ. കാരണം മഹാലക്ഷ്മിയെ തൊട്ട് കളിച്ചാൽ അതിൻ്റെ തിരിച്ചടി അവർക്ക് ആ നിമിഷം തന്നെ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ ഇപ്പോൾ വന്നിരിക്കുന്ന സിറ്റുവേഷൻ. അപ്പോൾ എന്തായാലും നമ്മുടെ കരുണയുടെ ജീവൻ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ ഒന്നും അറിയില്ല. അഥവാ ജീവൻ തിരിച്ച് കിട്ടിയാൽ തന്നെയും ചിലപ്പോൾ ഒരു കോമ സ്റ്റേജിൽ തന്നെ ആയിരിക്കും നമ്മുടെ കരുണ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മഞ്ജുവിൻ്റെ സാഗറിൻ്റെയും കാര്യങ്ങളൊക്കെ അവിടെ ഏകദേശമൊക്കെ നമ്മുടെ ആനന്ദ് വക്കീലിൻ്റെ സഹായത്തോടു കൂടെ സാഗറിന് ജാമ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ മഞ്ജുവിന് വല്ലാത്തൊരു പ്രയാസമായി പോകുന്നു. ഈ ഒരു കേസിൽ സാഗറിനെ കുടുങ്ങിയത് മഞ്ജു സപ്പോർട്ട് ചെയ്തുവെങ്കിലും മനസ്സുകൊണ്ട് മഞ്ജു ഒന്ന് തളർന്നു പോകുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷനൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ മഹാലക്ഷ്മി സീരിയൽ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് വന്നു ചേരുന്നതെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം. കാരണം ഒരിക്കലും അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് കരുണയുടെ കാര്യത്തിൽ സംഭവിച്ചത്. എന്നിട്ട് നമ്മുടെ മോഹിനി നമ്മുടെ മഹാലക്ഷ്മി വിളിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇവിടെ ഈ അമ്മയും മോനും കൂടെ പറയുന്നത്, മോളെ ഞാനും നീയും കൂടെ ചേർന്നിട്ട് എന്തോ കരുണയ്ക്ക് കൊടുത്തു എന്നുള്ളതൊക്കെ പറഞ്ഞ് എന്നെ ഓരോ കുത്തുവാക്കുകളൊക്കെ ഇവിടെ കിടന്ന് പറയുന്നുണ്ട്. മനസ്സാ വാച നമ്മൾ അറിയാത്ത കാര്യമല്ലേ അമ്മയെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. ഇവരെന്തിനാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അത്. നമ്മൾ ഒരിക്കലും അങ്ങനത്തെ
ഒരു നീചകൃത്യം ചെയ്യില്ല എന്ന് അമ്മ പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനിയും നമ്മുടെ മഹാലക്ഷ്മിയും വിങ്ങി പൊട്ടുകയാണ്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയായി തീരും. കരുണയുടെ ജീവൻ രക്ഷപ്പെടുമോ, കോമ സ്റ്റേജ് ആയിരിക്കുമോ, അതുപോലെ സാഗറിൻ്റെയും മഞ്ജുവിൻ്റെയും ജീവിതത്തിലെ മേഘനാഥൻ്റെ തിരിച്ചടി ഏത് രീതിയിലാണ് വന്നു ചേരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. എല്ലാവരും നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ പ്രൊമോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ലൊരു ഡേ ആവട്ടെ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.